പക്ഷേ ഈ പലരുടെ സംശയമാണ്, പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, റിട്ടയർഡായ ഒരാളാണ്. ഈ കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചപ്പോൾ അമ്മ എന്നോട് അറിയുകയാണ്, മക്കളെ സ്വർണത്തിന്റെ വില പോകുന്ന പോക്കേ. അപ്പൊ ഞാൻ പറഞ്ഞ സ്വർണ്ണമൊക്കെ ഭയങ്കര കൂടുതലാണ് വില. അപ്പൊ അമ്മ പറയാണ്, ട്രംപുള്ള സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു കൂട്ടണം, അതുകൊണ്ടാ സ്വർണത്തിന് വില കൂടുന്നതെന്നാ ഫേസ്ബുക്കിൽ പറയുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ട്രംപിനാരാ പെമ്മക്കളാരെങ്കിലും ഇപ്പോട്ടെ കെട്ടിച്ചു വിടാനായിട്ട് ഇങ്ങനെ സ്വർണം വാങ്ങി വെക്കാന്ന്. ഇത് എൻ്റെ അമ്മയുടെ മാത്രമല്ല, സാധാരണക്കാരുടെ മുഴുവൻ സംശയമാണ്. കാരണം ഒരു 1000-ലോ 500-ലോ 2000-ലോ 3000-ലോ ഒക്കെ ഗ്രാമിന് കിടന്നാൽ പോട്ടെ, ഈ 20,000 ഗ്രാമിന് കിടന്നിടത്ത് ഇപ്പോ ഒരു ഗ്രാമിന് അല്ലെങ്കിൽ ഒരു പവനെന്ന് പറയുന്നത് 1,00,000-ന് മുകളിലായി. സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് സ്വർണത്തിന്റെ വില കൂടി പോവുകയാണ്. എല്ലാ സാധാരണക്കാർക്കും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ സാധാരണക്കാർക്കും അറിയേണ്ട ഒരേ ഒരു കാര്യം, എപ്പോഴെങ്കിലും ഈ സ്വർണത്തിന്റെ വില കുറയുമോ? മറ്റൊന്ന്, എന്തുകൊണ്ടാണ് ഈ സ്വർണത്തിന്റെ വില കൂടുന്നത്? ആദ്യത്തെ ചോദ്യം സ്വർണത്തിന്റെ വില കുറയുമോ എന്നുള്ളതാണ്. കുറയില്ല. ഇല്ല. എന്താണ് കുറയാത്തതെന്ന് പറയണമല്ലോ, കുറയില്ല എന്ന് പറഞ്ഞു. കാരണം സ്വർണം, നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് സ്വർണത്തെ നമ്മൾ കണക്കാക്കിയിരുന്നത് അമ്മ വിചാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ മറ്റമ്മമാർ, എൻ്റെ അമ്മയും ഒക്കെ വിചാരിക്കുന്ന പോലെ മക്കൾക്ക് ആഭരണത്തിന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് ആഭരണത്തിന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്ത്രീകളുടെ ആഭരണമാണ് അതിനുപയോഗിക്കുന്ന ഒരു ലോഹം എന്ന നിലക്കാണ് ഈ മഞ്ഞലോഹം വളരെ പ്രാധാന്യം നേടുകയും അങ്ങനെ നമ്മൾ വളരെ പ്രിയപ്പെട്ട ഒരു, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടായിട്ട് അത് കൊണ്ടുനടക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് അതിന് മാറ്റം വരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്ക് ധരിക്കാൻ സ്വർണത്തേക്കാൾ മനോഹരമായ സ്വർണം പൂച്ചിയ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അയ്യപ്പൻ്റെ പാളികൾ മാത്രമല്ല സ്വർണം പൂച്ചത്, മാലകളും എന്താണ് ജംക്ക, അങ്ങനെ എല്ലാ സാധനങ്ങളും സ്വർണം പൂശി ഇടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറി. വളരെ സുന്ദരവും മനോഹരവുമാണ് അവ കാഴ്ചയിൽ. അപ്പം അതുകൊണ്ട് ആഭരണത്തിന് അതായാലും ധാരാളം എന്ന നിലക്ക് ആളുകൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് സർവാഭരണ വിഭൂഷണ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള ഈ വധു ഇറങ്ങി വരുമ്പോൾ ഇട്ടിരിക്കുന്ന മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും വാടകയ്ക്കെടുത്തതാകാനുള്ള സാധ്യത വരെ ഇന്ന് കൂടിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. സ്വർണ്ണമാകണമെന്നില്ല. കാരണം സ്വർണത്തെക്കാൾ മനോഹരവും സുന്ദരവുമായിട്ടുള്ള എന്താണ് ആഭരണങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്. വേണമെങ്കിൽ പണം കൊടുത്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാം. അപ്പം അതൊരു ഷോ പീസ് മാത്രമാണ്. അത് കഴിഞ്ഞാൽ അവസാനിക്കുന്നു. അങ്ങനെ ഉള്ള രീതിയിലേക്ക് അതൊരു ഫാഷൻ മാത്രമായിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ആ യൂട്ടിലിറ്റിയെ മനസ്സിലാക്കിയത്. എന്നാൽ അതിന് പകരം സ്വർണത്തിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ അത് വലിയൊരു നിക്ഷേപമായി മാറി, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം ഭൂമിയുടെ വില കുറയുന്നുണ്ടോ? ഇല്ല. അത് കൂടുകയാണ്, കുറേശ്ശെയാണ് കൂടുന്നത്. ചിലപ്പോൾ പെടുന്നതിനെ കൂടും. പക്ഷെ കൂടിയ വിലയിൽ നിന്ന് നമുക്ക് ആ ഭൂമി കുറഞ്ഞ വിലയിൽ വാങ്ങണമെങ്കിൽ ആ ഭൂമി ഏതെങ്കിലും തരത്തിലുള്ള കേസിലോ മറ്റോ പെട്ട് അതിൻ്റെ ഉടമസ്ഥൻ കെടുതിയിലായാൽ മാത്രമാണ് അങ്ങനെ ഒരു സാധ്യതയുള്ളൂ. മറ്റേതെങ്കിലും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യും. ഇപ്പോൾ നമുക്ക് എറണാകുളം പട്ടണത്തിൽ 1 സെന്റ് ഭൂമി വാങ്ങിക്കണമെങ്കിൽ 1 കോടിയിലധികം രൂപ കൊടുക്കേണ്ടി വരും. അതെന്തെങ്കിലും കുറയോ എന്ന് ചോദിച്ചാൽ കുറയില്ല, അത് കൂടിക്കൊണ്ടിരിക്കും. കാരണം അത് അതിൻ്റെ സ്വഭാവം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളത്. സ്വർണവും ഇൻവെസ്റ്റ്മെൻ്റായി മാറി. ഇപ്പോൾ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് സ്വർണമാണ് എന്ന നിലയിലേക്ക് രാഷ്ട്രങ്ങൾ കാണാനായിട്ട് തുടങ്ങിയിരിക്കും. അതിൻ്റെ പിന്നിൽ യുദ്ധം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. യുദ്ധം വരുന്ന സമയത്ത് മറ്റുള്ള പല പ്രോപ്പർട്ടികൾക്കും സ്വർണത്തെ പോലെ ഒരു സുരക്ഷിതത്വം നൽകാനായിട്ട് കഴിയുന്നില്ല എന്നാണ്. മാത്രമല്ല സ്വർണത്തിൻ്റെ ലിക്വിഡിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. പണം കയ്യിലിരിക്കുന്നത് പോലെ ലിക്വിഡ് മണിയായിട്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സ്വർണത്തെ മാറ്റാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് ഭൂമി അങ്ങനെ മാറ്റാൻ പറ്റില്ല, കെട്ടിടങ്ങൾ മാറ്റാൻ പറ്റില്ല, മറ്റ് പല ആസ്തികളും അങ്ങനെ മാറ്റാനായിട്ട് പറ്റില്ല. പക്ഷേ സ്വർണം നമുക്ക് അങ്ങനെ മാറ്റാം. എന്നുവെച്ചാൽ നമ്മൾ അപ്പോൾ തന്നെ കടയിൽ കൊണ്ടുപോയി കൊടുത്ത് നമുക്കത് പണമാക്കി മാറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നിക്ഷേപത്തിൻ്റെ ഒരു വലിയ സാധ്യതയാണ്. പണം കയ്യിൽ, ലിക്വിഡ് ക്യാഷ് കയ്യിലിരിക്കുന്നത് പോലെ തന്നെ കയ്യിൽ വെച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന
ഒരു ആസ്തിയായിട്ട്, ഒരു നിക്ഷേപ സംവിധാനമായിട്ട് സ്വർണം മാറിയിരിക്കുന്നതാണ്. എല്ലാവരും അതിലേക്ക് തിരികുകയും അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ തന്നെ, അമ്മ പറഞ്ഞതുപോലെ ട്രംപ് അടക്കമുള്ള ആളുകൾ, ട്രംപ് എന്ന് പറഞ്ഞാൽ അമ്മ ഫേസ്ബുക്കിൽ വായിച്ചത് ട്രംപിൻ്റെ ഒരു പേരായിരിക്കുന്നത്. അമേരിക്ക അടക്കമുള്ളതായിട്ടുള്ള രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിൽ വലിയ ആവേശം കാണിക്കുന്നു. ആ ആവേശമാണ് സ്വർണത്തിന് ഇങ്ങനെ വില കയറുന്നതിന് കാരണമായി മാറിയിട്ടുള്ളത്. അത് കുറയാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്ത് നടന്നത്. വാല്യൂ, അതിൻ്റെ മൂല്യം അതങ്ങനെയായിട്ട് നിശ്ചയിച്ചാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ശരിയാണ്. ഇപ്പൊ മാഷി പറയുന്നത് പോലെ ഞാനും ഒരു കാലഘട്ടം വരെ ചിന്തിച്ചിരുന്നത് ഈ സ്വർണം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾക്കാണ് സ്വർണത്തിനോട് ഇത്രയും, എല്ലാവർക്കും അല്ല കുറെ ആളുകൾക്ക് സ്വർണത്തിനോട് ഇത്രയും വലിയ ആർത്തി എന്നൊക്കെ പറയുന്നത് കേരളത്തിലുള്ള ആളുകൾക്കാണ്. കേരളം വിട്ടുപോയാൽ നമ്മൾ ഈ സ്വർണത്തിനോടുള്ള ഒരു അമിത ആവേശമൊന്നും ആരും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ കരുതിയിരുന്നത് ഈ സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്നു, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നീടാണ് ഇതൊരു നിക്ഷേപമായി രാജ്യങ്ങൾ ഇത് കരുതലായി വെക്കുന്നു എന്നൊക്കെ ഉള്ളത് മനസ്സിലായത്. പക്ഷെ ഇത് പറഞ്ഞപ്പോഴാണ് ഈ സ്വർണത്തിന് ഇങ്ങനെ വില കൂടി വരികയാണ്. ഇപ്പൊ പല ജില്ലകളും സ്വർണം ഇപ്പൊ ഞാൻ ഈ എറണാകുളത്തൊക്കെ ഒരു 5-6 വർഷമായിട്ട് താമസിക്കുന്ന ഒരാൾ. എൻ്റെ നാട് തിരുവനന്തപുരമാണ്. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ കല്യാണത്തിന് നമ്മൾ എന്തിടുന്നു അത് തന്നെയാണ്, അല്ലാണ്ട് ചെറുക്കമൊന്ന് ചോദിക്കുകയൊന്നുമില്ല. ഈ കണ്ണൂര് ഇപ്പൊ കുറെയൊക്കെ അങ്ങനെ മാറി വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ സ്ഥിതി അതല്ല. പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോഴും സ്ത്രീകളെ വില പറഞ്ഞുറപ്പിക്കുന്ന കച്ചവടം. അതായത് ഒരു ചെറുക്കം വന്ന് പെണ്ണ് കണ്ടിട്ട് പോകുന്നു. മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ കണ്ടുവരുന്ന രീതി അത് തന്നെയാണ്. ഒരു ചെറുക്കം വന്ന് പെണ്ണിനെ കാണുന്നു. അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് ഈ നായർ കുടുംബങ്ങളിലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് പെണ്ണിൻ്റെ അല്ലെങ്കിൽ ചെറുക്കൻ്റെ അമ്മാവന്മാർ വരുന്നു, പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെ വന്നതിന് ശേഷം ഇവരൊരു നിങ്ങൾ നിങ്ങളുടെ കൊച്ചിന് എന്ത് കൊടുക്കും, ഈ ഒരു ചോദ്യത്തിലാണ് കല്യാണം ഉറപ്പിക്കുന്നത്. കല്യാണം ഉറപ്പിക്കും, എന്ത് കൊടുക്കും എന്നുള്ളതിന് അവിടെ കൃത്യമായ മറുപടി പറയണം. ഇപ്പൊ ഞങ്ങൾ ഇന്നത് കൊടുക്കും. അത് പറയുന്നത് ഈ 5 പവൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടില് ഏതുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മിനിമം ഒരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ അവൻ 50 പവന്റെ സ്വർണം കൊടുക്കണം. ഈ സർക്കാർ ജീവൻ അവൻ പിയൂൺ ആണെങ്കിലും മതി, അല്ലെങ്കിൽ ഈ പിയൂണിന് താഴെ ഒരു പോസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അടിച്ച് ആ ഒരു ലെവലിലാണെങ്കിലും മതി. 50 പവന്റെ സ്വർണം കൊടുക്കണം. പിന്നെ അതിന്റെ തക്ക വസ്തുവോ വീടോ കാറോ ബൈക്കോ എന്തെങ്കിലും കൊടുക്കണം. ഇങ്ങനെ വില പറഞ്ഞുറപ്പിക്കുന്ന കച്ചവട വസ്തു തന്നെയാണ് തിരുവനന്തപുരം ഭാഗങ്ങളിൽ ഇപ്പോഴും പെണ്ണെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടിപ്പോകുമ്പോൾ പല അമ്മമാരും പല അച്ഛന്മാരും ഒക്കെ വിദ്യാഭ്യാസം കൊടുക്കണം, പക്ഷെ എങ്കിലും നമ്മൾ വിവാഹം കഴിപ്പിച്ച് വിടുമ്പോൾ അവർ ചോദിക്കുന്നത് കൊടുക്കണ്ടേ എന്നുള്ളൊരു വല്ലാത്ത ആദി ഇപ്പോഴും ഉണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം വരുമോ എന്നുള്ളതും എനിക്കറിയില്ല. പക്ഷെ ഇവിടെയൊക്കെയാണ് ഈ സാധാരണക്കാരുടെ ചോദ്യം വരുന്നത്, സ്വർണത്തിന് എന്തെങ്കിലും കുറയുമോ, എപ്പോഴെങ്കിലും നമുക്ക് ആഗ്രഹിക്കാൻ ഒരു ഇത് വരും. കാരണം ഈ 1 ലക്ഷം രൂപ എന്ന് പറയുന്നതൊന്നും ആർക്കും, സാധാരണക്കാർക്ക്, വലിയ ബിസിനസ്സുകാർക്കൊക്കെ ചിലപ്പോ ഇത് വലിയ സംഭവം ആയിരിക്കില്ല. 1 ലക്ഷമല്ല, 1,30,000 പണിക്കൂലി ഉൾപ്പെടെ നമ്മൾ 1,50,000 1,60,000 ഒക്കെ കൊടുക്കേണ്ടി വരും. ഈ 1,60,000 രൂപ കൊടുത്ത് സ്വർണം വാങ്ങി മക്കളെ പഠിപ്പിച്ച് ആ വീട്ടു ചെലവ് നോക്കുന്ന സാധാരണക്കാരായ ഗവൺമെന്റ് ജോലിയൊന്നുമില്ലാത്ത കൂലിവേല ചെയ്യുന്ന രക്ഷിതാക്കൾ ഉണ്ടാവുമല്ലോ മാഷേ, അവരുടെയൊക്കെ അവസ്ഥയാണ്. അപ്പൊ ഇതിനൊക്കെ കൃത്യമായ ഒരു മാനദണ്ഡങ്ങളും കൂടി വരണ്ടേ. ഈ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹം എന്ന് പറയുമ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ്. സ്ത്രീധനം എത്ര കിട്ടിയാൽ, ഈ അടുത്ത സമയത്ത് 200 പവനിട്ട ഒരു പെൺകുട്ടിയാണ് തിരുവനന്തപുരത്ത് അമ്മയും മകളും കൂടി സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തത്. അതായത് അവിടെ ഇപ്പോഴും ഇങ്ങനെയാണ് മാഷേ. അവിടെ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ വില പറഞ്ഞുറപ്പിക്കുന്ന കച്ചവട വസ്തുക്കളാണ്. ഈ മാടും ആടും ഒക്കെയാണ് നമ്മൾ വില പറഞ്ഞു വാങ്ങുന്നത്. പക്ഷെ തിരുവനന്തപുരം ഭാഗങ്ങളിൽ ഇപ്പോഴും സ്ത്രീകള് പഠിച്ച് ജോലി ഉണ്ടെങ്കിൽ പോലും വില പറഞ്ഞു വാങ്ങുന്ന ഒരു കച്ചവട വസ്തു തന്നെയാണ്. അതിനൊന്നും നമ്മളൊരാൾ ശബ്ദിച്ചാലോ 1000 പേര് ശബ്ദിച്ചാലോ മാറ്റം വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കൊടുക്കാൻ ആളുണ്ട്, വാങ്ങാനും ആളുണ്ട്. അപ്പൊ പിന്നെ ഇതിനൊക്കെ ഒരു മാറ്റം വരും. ഞാൻ പറയുന്ന ലോകത്തുള്ള മുഴുവൻ സ്വർണവും ഈ ട്രംപിനെ പോലുള്ള നേതാക്കൾ അങ്ങ് വാങ്ങിച്ചു വെക്കണോ ആണ്. അല്ല, ഇത് നമ്മൾ കരുതേണ്ടത് ഇതിന് മാറ്റം വരും. മാറ്റം വരുന്ന വെച്ചാല് ഈ സ്ത്രീധനം വാങ്ങുകയും വാങ്ങാതിരിക്കലും എല്ലാം സംഭവിക്കാൻ പോകുന്നത്. സ്ത്രീധനത്തിന്റെ രൂപം മാറും. അതെ, സ്വർണത്തിന് പകരം
നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരാമെന്ന്, ആ. 15 ലക്ഷം രൂപ തരാമെന്ന്, 20 ലക്ഷം രൂപ തരാമെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറും. അതെ. എന്നിട്ട് ഈ പണം അവർ ചിലപ്പോൾ എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ് ആയിട്ട് കൊടുത്തു വിടാനുള്ള സാധ്യതകൾ കൂടും. അതെ. കല്യാണത്തിന് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കടയിൽ പോയി സാധനം വാങ്ങി പറക്കാട് കഴുത്തിലിടാം. ജ്വല്ലറിയൊക്കെ നല്ല സൂപ്പർ ഇമിറ്റേഷൻ ഗോൾഡ് കൊടുക്കും. അതെ. നല്ല അല്ല അടിപൊളിയായിട്ട്. അത് വാങ്ങിച്ചിടാം എന്ന് പറയും. അല്ലെങ്കിൽ വാടകയ്ക്കുള്ള സാധനം വാങ്ങിച്ചിടാം, ഒറ്റ ദിവസത്തേക്ക് അതുകൊണ്ട് മാത്രമേ ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ. പടമൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊടുത്താൽ മതി. അതെ. അപ്പൊ അവിടെ ഈ വിവാഹത്തിന് വാടകയ്ക്ക് നൽകുന്ന ആഭരണങ്ങളുടെ കടകൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതെ. ഇതാണ് അതിന്റെ ഒരു റിസൾട്ട്. കേരളത്തിലെ സ്വർണ്ണക്കടകളൊക്കെ പൂട്ടി പോകുമോ? പക്ഷേ സ്വർണ്ണക്കടകൾ പൂട്ടിപ്പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സ്വർണത്തിന്റെ അവിടെ വീണ്ടും കച്ചവടങ്ങൾ ഉണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ആയിട്ട്. അതെ. പക്ഷേ ഈ എന്താണ് കല്യാണച്ചന്ത എന്നുള്ളത് ഈ സ്വർണ്ണക്കടകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതലാണ്. അങ്ങനെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം നമ്മൾ പറഞ്ഞ മാതിരി ശരിയാണ്, ഈ കൊടുക്കൽ വാങ്ങലൊന്നും അവസാനിക്കണമെന്നില്ല, അത് തുടരും. പക്ഷെ അതിന്റെ രൂപത്തിന് മാറ്റം വരും. അതെ. സ്വർണം എന്നതിൽ നിന്ന് അത് തെന്നി മാറാനുള്ള സാധ്യത. കാരണം 5 പവൻ എന്നൊക്കെ പറഞ്ഞത് ഇവിടെ പറയല് പ്രശ്നമാണല്ലോ, 5 പവനല്ല പ്രശ്നം. അതെ. പിന്നെ എന്താണ്, അതെങ്ങനെ അയൽക്കാരോട് ബന്ധുക്കളോടൊക്കെ പറയും മകൾക്ക് 5 പവനെ കൊടുക്കുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ദുരഭിമാനം അതെ. അത് നമുക്ക് അത്ര എളുപ്പത്തിൽ ഒഴിവാക്കി കളയാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പം അത് വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ അഭിമാനം എന്ന് പറയുന്നത് നമുക്ക് 20 ലക്ഷം കൊടുത്തു, 25 ലക്ഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് കേൾക്കാനും പറയാനും സുഖമുള്ള വാക്കായിട്ട് മാറിത്തീരും. അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിൻ്റെ വില വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് കുടുംബങ്ങൾ കല്യാണം നടത്താത്ത കുടുംബങ്ങളായി തീരുകയോ ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങളായി തീരുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഓരോ കാലത്ത് ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പൊരുത്തപ്പെടുകയും പാകപ്പെടുകയും അതിനനുസരിച്ചിട്ട് ഈ കല്യാണത്തിന് മിക്കവാറും സ്വർണം കൊടുക്കുന്നതിന് പകരം പണം കൊടുക്കുന്ന രീതിയിലേക്ക് മാറാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്ര വേണമെങ്കിലും ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നം തോന്നുന്നില്ല. ഇത് 1,30,000 1,50,000 ഒക്കെ ആയാലും എനിക്ക് പ്രശ്നം തോന്നില്ല. കാരണം എനിക്കത് ആവശ്യമില്ല. നമ്മൾ വാങ്ങിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്കതൊരു പ്രശ്നമല്ല. അപ്പം അങ്ങനെ മനുഷ്യരങ്ങനെ ആകണം നമ്മൾക്ക് വേണ്ടത്. അല്ലെങ്കിൽ അവർക്ക് ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കി തലകറക്കം വരും. അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നാം.